ഉത്തരേന്ത്യയിലെ മന്ത്രവാദവേട്ട. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. അനൌദ്യോഗിക കണക്ക് പ്രകാരം ഒഡീഷയില് മാത്രം വർഷാന്തം 60 മുതൽ 70 വരെ ദുർമന്ത്രവാദ ആരോപിതര് കൊല്ലപ്പെടുന്നുണ്ട്. ദുർമന്ത്രവാദത്തെ ചൊല്ലിയുള്ള അന്ധവിശ്വാസം രൂഢമൂലമാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും. മന്ത്രവാദത്തെ ചൊല്ലിയുള്ള കൊലകൾ പതിവ് വാർത്തയാണ് ഉത്തരേന്ത്യയില്. ബിഹാര്, ഒഡീഷ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 3 ദിവസം മുമ്പാണ് ബിഹാര് പൂർണിയയിലെ തെറ്റ്ഗാമ ഗ്രാമത്തില് ദുർമന്ത്രവാദം ആരോപിച്ച് ഒരു കുടുംബത്തിലെ 5 പേരെ ജീവനോടെ കത്തിച്ചത്. ഈ കുടുംബത്തിലെ സീതാദേവി എന്ന സ്ത്രീ മൂലമാണ് അടുത്തിടെ ഗ്രാമത്തിലെ ചില കുട്ടികൾ മരിക്കാനിടയായതെന്ന് ആരോപിച്ച് 50ഓളം വരുന്ന ആൾക്കൂട്ടമാണ് വീട്ടിലുണ്ടായിരുന്ന 5 പേരെ ക്രൂരമായി മർദ്ദിച്ച ശേഷം തീ കൊളുത്തി കൊന്നത്. സംഭവത്തിന് 2 ദിവസം മുമ്പ് ഭൂതബാധ ഒഴിപ്പിക്കല് ചടങ്ങിനിടെ രാൻദേവി ഒറാവോണ് എന്ന വ്യക്തിയുടെ കുട്ടി മരണപ്പെട്ടിരുന്നു. താമസിയാതെ ഇയാളുടെ മറ്റൊരു കുട്ടി രോഗബാധിതനുമായി. ഇത് മന്ത്രവാദിയായ സീതാദേവിയുടെ സാന്നിധ്യം മൂലമാണെന്നാണ് നാട്ടുകാരില് ചിലര് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയില് മഹാരാഷ്ട്രയിലെ അമരാവതിയില് ദുർമന്ത്രവാദം ആരോപിച്ച് 77 വയസ്സുള്ള സ്ത്രീയെ കമ്പികൊണ്ട് അടിക്കുകയും കമ്പി ചൂടാക്കി കൈയിലും കാലിലും പൊള്ളിക്കുകയും മൂത്രം കുടിപ്പിക്കുകയും ചെയ്തതായി മാധ്യമ റിപ്പോർട്ട് വന്നു. ഒഡീഷയിലെ നുവാപാഡ ജില്ലയില് കഴിഞ്ഞ വർഷം ഒക്ടോബറില് ആൾക്കൂട്ടം കാംസിഗ് മാജി എന്ന 50 വയസ്സുകാരനെ തീകൊളുത്തി കൊല്ലാന് ശ്രമിച്ചു. മാജി ദുർമന്ത്രവാദം നടത്തിയെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് നാട്ടുകോടതി വൈക്കോല് കൊണ്ടുണ്ടാക്കിയ കയറുകൊണ്ട് കെട്ടി തീ കൊളുത്താൻ ഉത്തരവിടുകയായിരുന്നു. 2023 മെയ് ആദ്യത്തില് ജാർഖണ്ഡിലെ ലഹേര് ജില്ലയിലെ വൃദ്ധരായ സിബല് ഗജ്നുവും ഭാര്യ ബക്നി ദേവിയും കൊല്ലപ്പെട്ടത് ദുർമന്ത്രവാദ ആരോപണത്തെ തുടർന്നാണ്. ഇവരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി തല്ലിക്കൊല്ലുകയായിരുന്നു. ഒരു വ്യക്തിക്കെതിരെ ദുർമന്ത്രവാദ ആരോപണം ഉയർന്നാല് കാപ്പ് പഞ്ചായത്തുകളുടെ രീതിയില് നാട്ടിലെ പ്രമുഖര് ചേർന്ന് വിഷയം ചർച്ച ചെയ്യുകയും ശിക്ഷ വിധിക്കുകയുമാണ് പതിവ്. നാട്ടുപ്രമാണിമാരുടെ തീരുമാനമായതിനാൽ ആരും ചോദ്യം ചെയ്യാറില്ല. ചോദ്യം ചെയ്താൽ അവരുടെ ജീവനും അപകടത്തിലായേക്കും. NCBR രേഖ പ്രകാരം 2001നും 2023നും ഇടയില് ദുർമന്ത്രവാദം ആരോപിക്കപ്പെട്ട് 2500ലധികം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ കുത്ത് ചന്ദ്രക്കല സ്ത്രീകളാണ് കൂടുതലും. പലപ്പോഴും ഇത്തരം മരണങ്ങള് സംശയാസ്പദ മരണങ്ങളാ ഈ എഴുതിത്തള്ളുകയാണ് പതിവെന്നതിനാല് യഥാർത്ഥ കണക്കുകള് NCBRന്റെ കണക്കിനേക്കാള് കൂടുതൽ വരും. അനൌദ്യോഗിക കണക്ക് പ്രകാരം ഒഡീഷയില് മാത്രം വർഷാന്തം 60 മുതൽ 70 വരെ ദുർമന്ത്രവാദ ആരോപിതര് കൊല്ലപ്പെടുന്നുണ്ട്. ദുർമന്ത്രവാദത്തെ ചൊല്ലിയുള്ള അന്ധവിശ്വാസം രൂഢമൂലമാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും. വിദ്യാസമ്പന്നരായ യുവാക്കളില് പോലും ഇതിന്റെ ശക്തമായ സ്വാധീനം കാണാം. മന്ത്രവാദികൾക്കെതിരായ അതിക്രമത്തെക്കുറിച്ച് ഒരു സർവേ നടന്നിരുന്നു 2 വർഷം മുമ്പ് ബിഹാറില്. അവിവാഹിതരും കൂട്ടുകുടുംബങ്ങളില് നിന്നുള്ളവരുമായ സ്ത്രീകളാണ് അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവരില് കൂടുതലുമെന്നാണ് സർവേ ഫലം കാണിക്കുന്നത്. കൊലപാതകം, ലൈംഗികാതിക്രമം, തല മൊട്ടയടിക്കല്, മനുഷ്യമലം ഭക്ഷിപ്പിക്കല്, തെരുവുകളിലൂടെ നഗ്നരാക്കി നടത്തിക്കല്, സാമൂഹിക ബഹിഷ്കരണം തുടങ്ങിയ അതിക്രമങ്ങൾക്കാണ് ഇവർ ഇരയാകുന്നത്. ജാതീയത, സാമ്പത്തികോന്നതി, കുടുംബത്തിന്റെ നേതൃപദവി, സ്ത്രീകള് കൈകാര്യം ചെയ്യല് തുടങ്ങിയവയാണ് ദുർമന്ത്രവാദത്തിന്റെ പേരില് സ്ത്രീകള് അതിക്രമത്തിനിരയാകുന്നതിന് കാരണമെന്ന് സർവേ കാണിക്കുന്നതായി ദി വയര് റിപ്പോർട്ട് ചെയ്യുന്നു. ജാതീയ വിദ്വേഷം തീർക്കാന് വെറുതെ ദുർമന്ത്രവാദ ആരോപണം ഉന്നയിക്കുകയാണത്രേ സവർണ വിഭാഗം. വർഗ, ലിംഗ വിവേചനവുമായി ബന്ധപ്പെട്ടതാണ് ഇത്തരം കുറ്റകൃത്യങ്ങളെന്നും തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ ആക്രമിക്കാന് പലരും മന്ത്രവാദ ആരോപണം മറയാക്കുകയാണെന്നുമാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് ഒരു മാധ്യമത്തിനു നൽകിയ അഭിമുഖത്തില് അഭിപ്രായപ്പെട്ടത്. ലൈംഗിക ആനുകൂല്യങ്ങള് നേടല്, ഭൂമിയും സ്വത്തും പിടിച്ചെടുക്കല് തുടങ്ങിയ അതിക്രമങ്ങൾക്ക് ദുർമന്ത്രവാദ ആരോപണം മറയാക്കുന്നു. ബന്ധുക്കൾക്കും അയൽക്കാർക്കും വലിയ പങ്കുണ്ട് ഇത്തരം അതിക്രമങ്ങളില്. ഒരു കുടുംബമോ കുടുംബിനിയോ സാമ്പത്തികമായി മെച്ചപ്പെടുമ്പോൾ അസൂയാലുക്കളായ ബന്ധുക്കളും അയൽക്കാരും അവർക്കെതിരെ ദുർമന്ത്രവാദം ആരോപിക്കുന്ന പ്രവണതയുണ്ട്. ഇതപ്പടി വിശ്വസിക്കുന്ന നാട്ടുകാര് കുട്ടികളുടെയും കന്നുകാലികളുടെയും മരണമോ ഗ്രാമത്തിലെ രോഗപ്പകർച്ചയോ കൃഷിനാശമോ മറ്റു അത്യാഹിതങ്ങളോ സംഭവിക്കുമ്പോൾ ദുർമന്ത്രവാദികളാണ് കാരണക്കാരെന്നു സംശയിച്ച് അവർക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നു. സർവേയിൽ പങ്കെടുത്ത 142 സ്ത്രീകളിൽ 61 പേരുടെ പക്ഷം വരുമാന വർധനവാണ് തങ്ങൾക്ക് നേരെയുള്ള അതിക്രമത്തിന് കാരണമെന്നാണ്. ബന്ധുക്കളുടെയും അയൽവാസികളുടെയും അസൂയയാണ് കാരണമെന്നാണ് 40 പേര് പറഞ്ഞത്. ഏതു സമയവും ആക്രമിക്കപ്പെടാമെന്നതിനാൽ അതീവ ഭയത്തോടെയാണ് ദുർമന്ത്രവാദം ആരോപിക്കപ്പെടുന്ന വ്യക്തികൾ ജീവിക്കുന്നതെന്ന് സർവേയിൽ പങ്കെടുത്തവർ പറയുന്നു. മന്ത്രവാദ വേട്ട തടയുന്നതിന് ബിഹാര്, രാജസ്ഥാന്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമമുണ്ട്. എങ്കിലും അക്രമത്തിനിരയാകുന്നവരിൽ നല്ലൊരു വിഭാഗവും നിരക്ഷരരും സ്ത്രീകളുമായതിനാല് അവരു ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരാതിപ്പെടാറില്ല. പരാതിപ്പെട്ടാല് തന്നെ ഇത്തരം കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവർ കേവലം 2% മാത്രം.
ശരിയായ അന്വേഷണമില്ലായ്മ, സാക്ഷികളുടെ അഭാവം, വേട്ടക്കാർ ഇരകളെ സ്വാധീനിക്കൽ തുടങ്ങിയ കാരണങ്ങളാലാണ് കേസുകൾ തള്ളിപ്പോകുന്നത്. ഗ്രാമീണ ജനതയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ അവബോധം നൽകുകയും കേസുകളിലെ സമഗ്ര അന്വേഷണത്തിന് ബന്ധപ്പെട്ടവർ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തെങ്കിലേ നിയമങ്ങൾ ഫലവത്താകുകയുള്ളൂ.